സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷേ അവർക്ക് അതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നിങ്ങൾക്ക് മാനസികമായി എങ്ങനെ ശക്തരാകാം? അതായത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ സമയത്തെ ഓർത്ത് ഭയപ്പെടരുത്. ഭൂതകാലത്തിൽ ജീവിക്കരുത്. ലോകം നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നരുത്. ഉടനടി ഒന്നിനും ഫലങ്ങൾ പ്രതീക്ഷിക്കരുത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതോർത്ത് വിഷമിക്കരുത്. നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഊർജം പാഴാക്കരുത്. നിങ്ങളുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. മറ്റുള്ളവരുടെ വിജയത്തിൽ നീരസപ്പെടരുത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ആദ്യ പരാജയത്തിനു ശേഷം ഒന്നും ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ചിന്തിച്ച് കണക്ക് കൂട്ടിയ കാര്യങ്ങളിൽ എടുക്കാൻ ഭയപ്പെടരുത്. എന്നാൽ നിങ്ങൾക്ക് മാനസികമായി ശക്തരാകാമെന്ന് പഠനങ്ങൾ പറയുന്നു. നെഗറ്റീവായ ആളുകൾ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ: നിങ്ങളുടെ മൂല്യം കുറയ്ക്കുക, നിങ്ങളുടെ ഇമേജ് നശിപ്പിക്കുക, ഭ്രാന്ത് പിടിപ്പിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുൻവിധി കൽപ്പിക്കുക, നിങ്ങളുടെ ഭാവനയെ അപമാനിക്കുക, നിങ്ങളുടെ കഴിവുകൾ നശിപ്പിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരാകരിക്കുക. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തു പറഞ്ഞുകൊള്ളട്ടെ, അവർക്ക് നിങ്ങളെ അറിയില്ല. അറിയുന്നതെന്തോ ബാഹ്യമായ ചിലതു മാത്രം. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തും നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിച്ചേരാം. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞവൻ പരാജയപ്പെടില്ല. പിന്തിരിപ്പിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ജീവിച്ചിരുന്നത് എങ്ങനെ എന്ന തെളിവ് അവശേഷിപ്പിക്കുക. അതിന് വലിയ നിർമ്മിതികളുടെ ആവശ്യമില്ല. സമൂഹമധ്യത്തിൽ സ്നേഹം നിറച്ചുകൊണ്ടായാലും മതി. മുറിവുകളും വെറുപ്പും പ്രതികാരവും ചിന്തിച്ചിരുന്നാൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ തെറ്റും അതിൻ്റെ ഫലങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയില്ല. ജീവിതം എന്നത് വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്നാണ് സ്നേഹവും അതുപോലെ തന്നെ ക്ഷമയും. ആ മരുന്ന് നൽകാൻ കഴിയുന്ന ഡോക്ടർ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വെറുപ്പും പ്രതികാരവും ചിന്തിച്ചിരുന്ന് നിങ്ങളുടെ സമയവും സന്തോഷവും കളയാതിരിക്കുക.